ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യങ്കുട്ടിയുടെ രണ്ടാമത്തെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കുറച്ചധികം നാളായി ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണു. അപ്പോൾ കുറച്ചധികം വൈകി പോയിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാനായിട്ട്. എന്നാലും എനിക്കിത് അപ്ലോഡ് ചെയ്യാണ്ടിരിക്കാൻ തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹാപ്പിനെസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യാം. പിന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിത് എടുത്ത് നോക്കുമ്പോൾ അതൊരു മെമ്മറി ആയിട്ട് തന്നെ എനിക്ക് കാണാനും പറ്റുള്ളൂ. അങ്ങനെ 2 റീസൺസ് ഉണ്ട് കേട്ടോ ഈ വീഡിയോയുടെ പുറകിൽ. അപ്പോൾ ഒരുപാട് ആലോചിച്ച് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. കാരണം ഞങ്ങൾ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ ഹോളൊക്കെ എടുത്ത് എല്ലാവരെയും വിളിച്ച് നന്നായി സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ബർത്ത്ഡേക്ക് എന്ത് തീം കൊണ്ടുവരും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം സെലിബ്രേഷൻ, കുറച്ച് സ്പെഷ്യലായിട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ആലോചിച്ചിട്ട് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് അവൻ്റെ ഫേവറേറ്റ് കാർട്ടൂണാണ് കൊക്കോമെലൻ. അപ്പോൾ കൊക്കോമെലൻ നമുക്കൊരു തീമായിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ ഓൺലൈനിൽ നിന്ന് അതിൻ്റെ സംഭവങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടാണ് കേട്ടോ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെയാണ് കേട്ടോ ചെയ്തത്. നമ്മൾ വേറെ പുറത്തുനിന്ന് ആരെയും വിളിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം നമ്മൾ തന്നെയാണ് കേട്ടോ ചെയ്തത്. ലൈറ്റായാലും പോസ്റ്ററായാലും ഡെക്കറേഷൻസ് ആയാലും ബലൂൺസും എല്ലാം നമ്മൾ നമ്മുടെ സ്വന്തം കൈകൾ കൊണ്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. കാരണം നമ്മൾ ആഗ്രഹിച്ച് കൊളുത്ത് മൊത്തത്തിലൊരു ഔട്ട്ലുക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവന് പരിചയമുള്ള കഥാപാത്രങ്ങളാണ് അവന് ചുറ്റിനുള്ളത്. പിന്നെ നമ്മൾ അധികം ആൾക്കാരെ ഒന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വായോ നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ. അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി എല്ലാവരുടെയും വായിൽ വെച്ച് കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ. അവന് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണിത്, കേക്ക് കട്ട് ചെയ്ത് എല്ലാവരുടെയും വായിൽ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ബർത്ത്ഡേയുടെ ഒരാഴ്ച മുന്നേ തൊട്ട് അവൻ കേക്ക് കട്ട് ചെയ്യുക, വായിൽ വെച്ച് കൊടുക്കുക, അതിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് എല്ലാവർക്കും നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെന്താ ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഒന്നാമത്തേൽ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫോണും വീഡിയോ ഒന്നും പിടിച്ച് നടക്കാനൊന്നും പറ്റില്ലല്ലോ. നമ്മൾ തന്നെയായിരിക്കുമല്ലോ ഫുൾ റെസ്പോൺസിബിൾ. അതുകൊണ്ട് അതിൻ്റെ കുറച്ച് വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ കേക്ക് കട്ടിങ്ങിൻ്റെയും നമ്മുടെ കുറച്ച് മെമ്മറീസൊക്കെ നമുക്ക് കിട്ടി. അതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തീർന്നു. പക്ഷേ ഇതിൻ്റെ പുറകിൽ നമ്മുടെ കുറച്ചധികം നാളത്തെ ചിന്തകളും എഫേർട്ടും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് ആളെ വിളിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം. നമ്മൾ തന്നെ നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അതുകൊണ്ട് എല്ലാ മുക്കിലും മൂലയിലും നമ്മുടെ കൈകളുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. പിന്നെ ഈ കേക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ് ഓർഡർ ചെയ്താണ്. കൊക്കോമെലിൻ്റെ തീം പറഞ്ഞു. ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ തീമിൽ ചേച്ചി ഉണ്ടാക്കി തന്നു. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് ആരെയൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. മൊബൈൽ ഫോട്ടോസ് തന്നെ എടുത്തത്. അപ്പോൾ ഈ ഫോട്ടോ ഒക്കെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയിട്ട് എടുത്തതാണ് കേട്ടോ. കാരണം നമുക്കൊരു നല്ലൊരു ക്ലാരിറ്റി ആയിട്ട് നമുക്കൊരു ആൽബത്തിലൊക്കെ എടുത്ത് വെക്കാനായിട്ടുള്ളൊരു മെമ്മറി ആയിട്ട് നമുക്ക് ഈ ഫോട്ടോ ഒക്കെ വേണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഫാമിലി ഫോട്ടോയും അപ്പോൾ അവൻ്റെ ഒരു സിംഗിൾ ഫോട്ടോയൊക്കെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയിട്ട് എടുത്തു. അതൊക്കെ ഒരു മൈൽ സ്റ്റോൺസ് ആണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കീപ്പ് ചെയ്യുമല്ലോ. അതിന് വേണ്ടിയിട്ട് 1-2 ഫോട്ടോസൊക്കെ നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് എടുത്തു. പിന്നെ നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവൻ്റെ ഒരു നമ്മൾ ബേബിയുടെ സംഭവങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നൊരു സംഭവം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ അധികം വൈകാതെ തന്നെ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.